സമയം അല്ല, അത് നിങ്ങൾ വിലയിരുത്തിക്കണം. അദ്ദേഹത്തിൻ്റെ ഇത്രയും മുഖ്യമന്ത്രി ആയതിനു ശേഷമുള്ള പ്രവർത്തനം കൊണ്ട് നിങ്ങൾക്ക് വിലയിരുത്താവുന്നതുള്ളൂ. ഈ മതസാമുദായിക സംഘടനകൾ അവരുമായി പല കൂടിക്കാഴ്ചകൾ നടത്തുന്നു, അവരെ പോയി കാണുന്നു. NSSനോട് മാത്രമാണോ ഈ ഒരു അകൽച്ചയുള്ളത്? അങ്ങനെ അല്ല, അത് വരാൻ കാര്യം എന്ന് വെച്ചാൽ ആ ഇലക്ഷൻ ഇവിടെ വന്ന് നമ്മളുടെ പിന്തുണ ആവശ്യപ്പെടുകയും നമ്മൾ പരസ്യമായി പിന്തുണ അവർക്ക് നാട്ടിൽ കൊടുക്കുകയും അതിൻ്റെ നമ്മുടെ പ്രവർത്തകരായിട്ടുള്ള അവിടെ യൂണിറ്റുകളൊക്കെ ഉണ്ടല്ലോ, അവരെല്ലാം കാര്യങ്ങളും അവരെല്ലാം സജീവമായിട്ട് ഇദ്ദേഹത്തിന് വേണ്ടി പ്രവർത്തിച്ചു. ആ പ്രവർത്തിച്ച് കഴിഞ്ഞ ഉടനെ തന്നെ ജയിക്കുകയും ചെയ്തു. അതിന് ശേഷമാണ് പെട്ടെന്ന് ഇങ്ങനൊരു വെളിപാടുണ്ടായത്. എന്താണെന്ന് എനിക്കറിഞ്ഞൂടാ. അതാണ് ആയിരിക്കണം അദ്ദേഹം സൂചിപ്പിച്ചത്. അധികാരോടുള്ള അങ്ങരോടുള്ള പ്രശ്നം കൊണ്ടാണ് എന്ന് പറയാൻ കാര്യമൊന്ന് ഊഹിക്കുന്നു. സെക്രട്ടറിയോട് പറഞ്ഞു, അത് അങ്ങയോട് നേരിട്ട് പറഞ്ഞു. എനിക്കൊരു വ്യക്തതക്കുറവുണ്ടായിരുന്നു. ആദ്യം ഫോൺ വിളിച്ചപ്പോ എന്നോട് പറഞ്ഞു. ആദ്യമേ ഫോണിൽ അദ്ദേഹം എന്നോട് ആദ്യമേ സംസാരിക്കുമ്പോൾ ആദ്യം പറഞ്ഞത് അത് അയാൾ കാരണമാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് കേട്ടോ, നമുക്ക് കാണണം എന്ന് പറഞ്ഞേച്ച് ഫോൺ താത്തു വെക്കുകയായിരുന്നു സാറ്. അല്ല വേറെ ഒരു കാര്യം എന്തിനാണ് നമുക്ക് എപ്പോഴാണ് സൗകര്യം? ഞാൻ ബഡ്ജറ്റിൻ്റെ തിരക്കിലാണ്, ഇതൊക്കെ പറയാമല്ലോ. അതൊന്നും പറഞ്ഞില്ല, വേറും കള്ളത്തിലാ പറയുന്നത്, ബാക്കിയല്ല. മുൻപുള്ള മുഖ്യമന്ത്രിമാരിൽ മുൻപുള്ള മുഖ്യമന്ത്രിമാരുടെ അടുത്ത് ഞങ്ങളുടെ നയം ഇത് തന്നെയാണ്. പക്ഷെ അവരാരും ഇങ്ങനെ പെരുമാറിയിട്ടില്ല. അത് ആരാണ്ട് പറയുന്നത് കേട്ടു, ഇങ്ങനെ പിണറായി വിജയൻ ഏതാണ്ട് പറഞ്ഞതാണോ? അത് പറഞ്ഞില്ല. ഞാൻ പിണറായി വിജയനെ അവിടെ പോയി കണ്ടിട്ടില്ല, പറഞ്ഞ മനസ്സിലായി. പക്ഷെ ഞാൻ പിണറായി വിജയനെ ഫോണിൽ വിളിച്ചാൽ അദ്ദേഹം ഫോൺ ഫ്രീ ആണെങ്കിൽ ഫോൺ ഉടനെ എടുക്കും, ഫ്രീ അല്ലെങ്കിൽ ഉടൻ തന്നെ മെസ്സേജ് അതേ തന്നെ വരും, ഉടനെ ഞാൻ വിളിക്കാമെന്ന് പറയും, തിരിച്ചു വിളിക്കുകയും ചെയ്യും. അതാണ് നമ്മുടെ അനുഭവം. അവരുടെ അടുത്ത് ഞങ്ങളാരും ഒന്നും യാചിച്ചു പോയിട്ടില്ല. ഇതാ അല്ല, ഞാനെന്ന് വ്യക്തി തലയ്ക്ക് താല്പര്യമില്ല. നേരത്തെ കുറച്ച് അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. അത് പരിഹരിക്കാൻ താല്പര്യമില്ലെന്നാണോ ഇന്ന് നമുക്ക് മനസ്സിലാവുന്നത്? ഈ ഇങ്ങനെയൊരു പെരുമാറ്റമൊക്കെ ഉണ്ടാകുന്നത് പ്രത്യേകിച്ച് ഒരു സംഘടനയോട് തലപ്പം നിൽക്കുന്നതാണ്. സാറേ, ഞാൻ ചോദിച്ചിട്ട്, ഇന്ന് ഈ നമ്മുടെ സംസ്ഥാനത്ത് ഉണ്ടായിട്ടുള്ള വളർച്ച, എല്ലാ സംസ്ഥാനത്തും പ്രത്യേകിച്ച് കേരളത്തിൽ ഉണ്ടായിട്ടുള്ള വളർച്ച ആരുടെ സഹായം കൊണ്ട്, ആരുടെ കോർഡിനേഷൻ കൊണ്ട് ഉണ്ടായതാണ്? ഇവിടുത്തെ സർക്കാരിൻ്റെ പൊതുമുതലാണ്? അല്ലല്ലോ. ഓരോ മതസാമുദായിക സംഘടനകൾ ഉണ്ടാക്കിയതല്ലേ ഈ പള്ളിക്കൂടങ്ങളും കോളേജും എല്ലാം, അല്ലേ? അവരെന്തിനു തള്ളിപ്പറയുന്നു? അവർ തള്ളിപ്പറയണം. അതെല്ലാവരും ഒരുപോലെ എന്താണ്, അതിനകത്ത് ചിലപ്പം അഴിമതി കാണിക്കുന്നവരുണ്ടായിരിക്കാം. ഞങ്ങൾ എന്ത് അഴിമതിയാണ് കാണിക്കുന്നത് പറയട്ടെ. ഞങ്ങളൊരു അഴിമതിയും കാണിക്കാത്തവരെ ആ ഗണത്തിൽപ്പെടുത്തി സംസാരിക്കാമോ? ആരാണ് കാണാമോ? അത് വേണ്ട. ഞങ്ങൾ വളരെ ജനാധിപത്യ മര്യാദ അനുസരിച്ച് തന്നെ പ്രവർത്തിച്ചു പോകുന്ന ഒരു സംഘടന. അന്ന് ഈ സംഘടനയുടെ കാര്യത്തിനായിരുന്നല്ലോ നമ്മൾ കാണാൻ ശ്രമിച്ചിരുന്നത്. സംഘടനയുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടായിരുന്നല്ലോ മുഖ്യമന്ത്രി നിലയ്ക്ക് ഒരു സന്ദർശന അനുമതി തേടിയത്. NSSന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടായിരുന്നല്ലോ മുഖ്യമന്ത്രി ഒഫീഷ്യൽ പർപ്പസിനാണ്. എന്നിട്ട് ആ കാര്യം തിരിച്ചു വിളിച്ചു എന്നാണ് അദ്ദേഹം പറയുന്നത്.
ആ കാര്യത്തിന് വിളിച്ചില്ല. അതിന് മുമ്പ് ആദ്യം വിളിച്ചപ്പോഴാണ് വിളിച്ചത്, പിന്നെ വിളിച്ചില്ല. പിന്നെ അയാളോട് പറയായിരുന്നു, സെക്രട്ടറിയോട് പറയായിരുന്നു എനിക്ക് ഞാൻ അത് ഒരു കാര്യം ഞായറാഴ്ച അവിടെ എറണാകുളത്ത് ഞാൻ വരുന്നുണ്ട്, അന്നേരം കാണാമെന്ന് പറയാൻ പറഞ്ഞു. അത്ര ഞാൻ പറഞ്ഞത്, എന്നോട് സംസാരിച്ചില്ല. സാർ, ഈ ഒരു വ്യക്തി പറഞ്ഞത് കൊണ്ടാണ് അത് സംസാരിക്കാതിരുന്നത്. ആ വ്യക്തിയുടെ പേര് സാറിന് അറിയാവോ? എനിക്ക് അതിനൂടെ അല്ല, ഞാൻ പറയുന്നില്ല. ഞാൻ പറഞ്ഞാൽ അത് ഇവിടെ വലിയ പ്രശ്നമാകും. അതുകൊണ്ട് എനിക്ക് അങ്ങനെയുള്ള ഒരു സമുദായമോ മതമോ അങ്ങനെ ഒരു വേർകൃത്യം ഒന്നും ഞങ്ങൾക്കാർക്കും ഇല്ല. ഒരു വ്യക്തി പറഞ്ഞിട്ടാണെന്ന് പറഞ്ഞിട്ട് ആ വ്യക്തിയുമായിട്ട് ഒരു അകൽച്ച ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതെന്ന് തോന്നുന്നുണ്ടോ? അല്ലെ ഞാൻ എല്ലാവരുമായിട്ട് അടുപ്പമാണല്ലോ. അദ്ദേഹത്തിന് ആ പറഞ്ഞ ഒരു വ്യക്തി പറഞ്ഞിട്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞെന്ന് പറയുമ്പോൾ അതിലൊരു അകൽച്ച ഉണ്ടാക്കാനുള്ള ശ്രമമായിട്ട് തോന്നുന്നുണ്ടോ? അല്ല, അത് അദ്ദേഹത്തിന് തടി തപ്പാൻ വേണ്ടി പറഞ്ഞു ആയിരിക്കണം. പല സർക്കാരുകളിലെയും കണ്ടിട്ടുണ്ട്, പക്ഷെ ഇങ്ങനെ ഒരു സമീപനം ആദ്യമായിട്ടാണോ ഉണ്ടാകുന്നത്? സർക്കാരിന്റെ പല സർക്കാരുകളുടെയും കാലത്ത് താങ്കൾ പ്രധാനപ്പെട്ട ചുമതലകൾ വഹിച്ചിട്ടുള്ള ഒരാളാണ്. ഒരിക്കലും ഉണ്ടായിട്ടില്ല. ഒരിക്കലും NSS ഇങ്ങനൊരു അനുഭവം ഉണ്ടായിട്ടില്ല. ഈ ഉപരാഷ്ട്രപതിയും സുരേഷ് ഗോപിയും ഒക്കെ കഴിഞ്ഞ ദിവസം കൂടി വിമർശനങ്ങളൊക്കെ ഇങ്ങനെ ഉന്നയിച്ചു. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വിമർശനങ്ങൾ വരുന്നുണ്ടല്ലോ, ഇവിടെ കയറാൻ പറ്റത്തില്ല, നിയന്ത്രണമാണ്. താങ്കൾക്കെതിരെ പോലും വ്യക്തിപരമായി ചില ആക്ഷേപങ്ങളൊക്കെ. അല്ല, അതിന്റെ യാഥാർത്ഥ്യം നമുക്ക് അന്വേഷിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നുള്ളൂ. നിങ്ങൾക്ക് കുറെ മുഖ്യമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയുടെ വിഷയത്തിൽ മുഖ്യമന്ത്രി പറയുന്നത് പച്ചക്കള്ളം എന്ന് പറയുകയാണ് NSS ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായർ. മുഖ്യമന്ത്രി ഇനി വ്യക്തി എന്ന നിലയിൽ നേരിട്ട് കാണാൻ താല്പര്യമില്ല എന്നുകൂടി അദ്ദേഹം പറഞ്ഞു വയ്ക്കുകയാണ്. തിരികെ ഹെഡ്ലൈൻ